ബഹുമാന്യരെ, പെരുമാറ മുസ്ലിം ജമാഅത്തിന്റെ ദീർഘകാല പ്രസിഡന്റായിരുന്ന പ്രസിഡന്റ് മാത്രമല്ല, പെരുമാറ മുസ്ലിം ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ജനറൽ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ. ഇവിടെ അനുസ്മരിച്ചതുപോലെ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നേതൃത്വം നൽകിയ മഹാൻ വ്യക്തിത്വം. ചില മനുഷ്യരിൽ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാവരും ഈ ഭൂമി വിട്ടുപോകേണ്ടവരാണ്. ചില വ്യക്തികൾക്ക് അല്ലാഹു ചില സൗഭാഗ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സൗഭാഗ്യം നൽകിയതിൻ്റെ മകുടോദാഹരണമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കാരണം പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യാപനമുണ്ട്. ഉദ്കുറു മഹാസിന മൗതാകും, നിങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുക, അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, അങ്ങനെ നമ്മുടെ ഇടയിൽ സഹവസിച്ച, ജീവിച്ച, പ്രവർത്തിച്ച വ്യക്തിത്വങ്ങൾ, അവരെ കുറിച്ച് നാം നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മലക്കുകൾ അവർക്ക് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും. മലക്കുകൾ നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അല്ലാഹുവിന്റെ മുന്നിൽ അവർ നല്ലവനാണെന്ന് എഴുതി ചേർക്കപ്പെടുന്നു. അങ്ങനെ നല്ലവനാണെന്ന് എഴുതി ചേർക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം സ്വർഗത്തിന് അവകാശികളായിത്തീരും. ചില മയ്യത്തുകൾക്ക്, ചില ആൾക്കാർക്ക് അല്ലാഹു ചെയ്ത സൗഭാഗ്യം ആണ് അത്. പെരുമാതുറയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, പെരുമാതുറയുടെ ചരിത്രം ഒരു ചരിത്രകാരൻ എഴുതുകയാണെങ്കിൽ പട്ടാളം മാമയുടെ പേര് ചേർക്കാതെ നമുക്ക് ആ ചരിത്രകാരനെ എഴുതി തീർക്കാൻ സാധ്യമല്ല. പെരുമാതുറ മുസ്ലിം ജമാഅത്തിന്റെ ചരിത്രം എടുത്ത് എഴുതുകയാണെങ്കിൽ പട്ടാളം മാമയുടെ ചരിത്രം എഴുതാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പെരുമാതുറയുടെ ചരിത്രം ഒരു പ്രാസംഗികൻ പ്രസംഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാമം ഉച്ചരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. എന്റെ കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. ഞാൻ ഇതിന്റെ കുറച്ചു കാലമാണ് ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിക്കപ്പെട്ടിട്ടുള്ളത്. ചില ചെറിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ, മനോവിഷമം എത്രമാത്രമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്രയും വലിയ സംരംഭം, ഇത്രയും ദീർഘനാൾ അദ്ദേഹം ഇതിന് നേതൃത്വം നൽകിയപ്പോൾ അദ്ദേഹം അനുഭവിച്ച ടെൻഷനും ബുദ്ധിമുട്ടും എത്രമാത്രമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സംരംഭം, ഈ ബിൽഡിംഗ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണ്. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ മയ്യത്തിന് പൊതുദർശനത്തിന് വെക്കുവാനും നാം എല്ലാവരും അനുശോചനത്തിൽ ആ ബിൽഡിങ്ങിൽ തന്നെ പങ്കുചേരുവാനും സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഈ ബിൽഡിങ്ങിന്റെ ഓരോ മണൽത്തരികളുടെയും എണ്ണത്തിനനുസരിച്ച് അദ്ദേഹത്തിന് അതിന്റെ പ്രതിഫലം ആദരത്തിൽ കിട്ടുമാറാകട്ടെ എന്ന് നാം ആത്മാർത്ഥമായി പെരുമാറ മുസ്ലിം ജമാഅത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം 4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. 4 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജമാഅത്തിന്റെ ഓഫീസിൽ പെട്ടെന്ന് അദ്ദേഹം കയറി വന്നു. നമ്മുടെ പ്രസിഡന്റ് അവരുടെ വളരെ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിനെ ആർത്തവമായി സ്വാഗതം ചെയ്ത് കസേര വലിച്ചിട്ട് പിടിച്ചിരുന്നു. അപ്പോൾ പ്രസിഡന്റ് അവരോട് പറഞ്ഞു, എനിക്ക് ജമാഅത്ത് ഓഫീസിൽ വരാൻ തോന്നി, എന്താണ് എന്നറിയില്ല. പ്രസിഡന്റ് അവർ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ വരാം, ഈ സംരംഭങ്ങൾ ഒഴുക്ക് ഉണ്ടാക്കിയത് നിങ്ങളാണല്ലോ. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം മാറിക്കൊണ്ട് പറഞ്ഞോ, അങ്ങനെ സംസാരിക്കരുത്. കാരണം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കപ്പെട്ട ഒരു സംഭവമാണ്. ഇവിടെ ഉണ്ടാകുക എന്നുള്ളത് അവന്റെ നിയമമാണ്. അത് എന്നിലൂടെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളത് മാത്രമാണ്. ഞാനൊരു കാരണക്കാരനായി എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിന്റെ പ്രതിഫലം എന്തെങ്കിലും എനിക്ക് എഴുതപ്പെട്ട
നിങ്ങളത് പറഞ്ഞ് കുറച്ച് കളയരുതേ എന്ന് പ്രസിഡന്റ് അവരോട് അഭ്യർത്ഥിക്കുകയും അവിടുത്തെ ഓഫീസ് സെക്രട്ടറിയോട് പറഞ്ഞു, എന്റെ കുടിശ്ശിക എത്രയുണ്ടെന്ന് നോക്കാം, ഒരു മനുഷ്യൻ എത്രമാത്രം ഉത്തമ ഉദാഹരണമാണെന്നുള്ളതിന്റെ തെളിവാണ്. എന്റെ കുടിശ്ശിക എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചു. ഇത്രയുണ്ട്, ഇതാ അത് ഇപ്പൊ തന്നെ അടച്ചു തീർക്കുക എന്ന് പറഞ്ഞ് അടച്ചു തീർക്കുകയും സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മയ്യത്തിന്റെ പരിപാലനത്തിന്റെ പൈസ ഞാനിവിടെ അടച്ചിട്ടുണ്ട്. 4 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. എന്റെ മയ്യത്തിന്റെ പരിപാലനത്തിന്റെ പൈസ ഞാനിവിടെ അടച്ചിട്ടുണ്ട്. ആർക്കും ഒരു ബാധ്യത ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്നോട് ഉണർത്തുകയും ചെയ്തു. എന്നിട്ട് ഒരു സെക്രട്ടറിയും ഒരു ജമാഅത്ത് കമ്മിറ്റിയും എങ്ങനെ ആയിരിക്കണം, എന്താണ് അവരുടെ ചുമതല, അള്ളാഹു അവർക്ക് ചെയ്തു വെച്ചിട്ടുള്ള പ്രതിഫലം എന്താണ് എന്നൊക്കെ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്തു. ഇങ്ങനെ ഒരു വ്യക്തിത്വം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം കണ്ടമിടറിക്കൊണ്ട് നമ്മുടെ ചെറിയ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുണ്ട്. അദ്ദേഹം ഇവിടെ നടക്കുന്ന മയക്കുമരുന്നിനെതിരെ, കഞ്ചാവിനെതിരെ, അനിസ്ലാമിക പ്രവർത്തനങ്ങൾക്കെതിരെ അടരാടിയ സധൈര്യം നേരിട്ട സംഭവങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടമിടറി. കൂടെ പ്രവർത്തിച്ചവർക്ക് രാപ്പനിയുടെ ചൂടറിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നടത്തിയ പൊതുപ്രവർത്തനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം കണ്ടമിടറേണ്ടി വന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കബറിടത്തിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ ആഖിറത്തിൽ പ്രതിഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. സർവ്വ നന്മകളും അള്ളാഹു അദ്ദേഹത്തിന്റെ ഹസനാത്തിൽ എഴുതി ചേർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ പെരുമാറ മുസ്ലിം ജമാഅത്തിന് ജനറൽ സെക്രട്ടറിക്ക്, പെരുമാറ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വേർപെട്ട് കിടക്കുന്ന കുടുംബത്തിന്റെ ദുഃഖത്തിൽ പെരുമാറ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.